പ്രിയപ്പെട്ട നാട്ടുകാരെ, ഈ നാടിൻ്റെ സാമൂഹിക സാംസ്കാരിക മേഖലകളിൽ വളരെ അധികം സാന്നിധ്യം തെളിയിച്ച ബ്രൈറ്റ് അക്കാദമി സംഘടിപ്പിച്ച കുടുംബം എന്ന വിഷയത്തിലുള്ള ഒരു സെമിനാറിലാണ് നമ്മളെല്ലാവരും ഇന്നുള്ളത്. സ്വാഗത പ്രാസംഗികൻ സൂചിപ്പിച്ച ആ വിഷയത്തിൻ്റെ ആവശ്യകതയും അതേപോലെ ഈ സെമിനാർ ഉദ്ഘാടനം ചെയ്യാൻ വേണ്ടി നമ്മളുടെ ഔദ്യോഗിക ക്ഷണം സ്വീകരിച്ച് വളരെ വിദൂര ദിക്കിൽ നിന്ന് പോലും ഇവിടെ എത്തിച്ചേരുന്ന ബഹുമാനപ്പെട്ട ഫൈസൽ സാറ്, അതേപോലെ മുഖ്യപ്രഭാഷണം നടത്തുന്ന ബഹുമാനപ്പെട്ട മൂസ ഹാജി, അതേപോലെ മറ്റു പ്രാസംഗികർ, എല്ലാവരെയും അഭിവാദ്യം ചെയ്യുകയാണ്. കുടുംബം എന്ന വിഷയത്തെപ്പറ്റി പ്രതിപാദിക്കുമ്പോൾ എൻ്റെ മനസ്സിൽ ഓർമ്മ വന്ന ഒരു ചെറിയൊരു സംഭവമാണ്. 10-25 കൊല്ലത്തെ പ്രവാസ ജീവിതത്തിൽ സൗദി അറേബ്യയിൽ ഹമീസ് മുഷൈത്തി എന്നൊരു സ്ഥലത്ത് ജോലി ചെയ്യുമ്പോൾ വെള്ളിയാഴ്ച പ്രാർത്ഥനയ്ക്ക് പോയ സമയത്ത് അന്നത്തെ ഖുത്ബ പ്രഭാഷണത്തിൽ ആ ഖതീബ് നീച്ചെന്ന് അവതരിപ്പിച്ച ഒരു ചെറിയ സംഭവമാണ് ഇപ്പോഴും എൻ്റെ മനസ്സിൽ ഓർമ്മ വരുന്നത്. 10-30 വയസ്സ് ആ ഖതീബിനോട് 30 വയസ്സ് കഴിഞ്ഞ ഒരു സഹോദരി വിളിച്ച് ചോദിക്കുകയാണ്, ഹൽ യഖ്തുലു അബി. ആ സ്ഥലത്തെ പ്രധാനപ്പെട്ട ഒരു പണ്ഡിതനാണ്. അദ്ദേഹത്തിൻ്റെ ഖുത്ബ പ്രഭാഷണത്തിൽ വിഷയം അവതരിപ്പിക്കുകയാണ്. ഒരു പെൺകുട്ടി, ആ പെൺകുട്ടിയെ വയസ്സ് പോലും പറഞ്ഞത്, പെൺകുട്ടി എന്ന് അഭിസംബോധന ചെയ്ത് അദ്ദേഹം പറഞ്ഞത് 30 വയസ്സുള്ള ഒരു സ്ത്രീയായിരുന്നു, വിവാഹം കഴിഞ്ഞിട്ടില്ല. ഹൽ യഖ്തുലു അബി എന്നാണ്, എനിക്കെൻ്റെ പിതാവിനെ കൊല്ലാൻ അവകാശമുണ്ടോ എന്നാണ് ചോദിച്ചത്. വളരെയധികം ആശ്ചര്യപ്പെട്ടു പോയി ഞങ്ങൾ ഖുത്ബ ശ്രവിക്കുമ്പോൾ. അതിൻ്റെ കാരണം പറഞ്ഞത്, ഓരോ പ്രാവശ്യവും ആ പെൺകുട്ടിയെ വിവാഹ അന്വേഷണവുമായി വരുമ്പോൾ ഈ കുട്ടിയുടെ പിതാവ് കൂടുതൽ മഹർ ആവശ്യപ്പെടുകയാണ്. നമ്മുടെ നാട്ടിൽ മുമ്പ് ഒരു സമ്പ്രദായം ഉണ്ടായിരുന്നു, എന്തായാലും പേര് മറന്നുപോയി, ആ പേരെന്നെ മറന്നുപോയി, മറ്റേ സ്ത്രീധനം. ഇതിന് നേരെ മറിച്ചൊരു വിഷയമാണ് അവിടെ നടക്കുന്നത്. ഗൾഫ് രാഷ്ട്രങ്ങളിൽ അവർ മഹർ ഓരോ പ്രാവശ്യം വരുമ്പോഴും ഈ പിതാവ് ഈ കുട്ടിയെ വെച്ച് വിലപേശുകയാണ് കൂടുതൽ മഹർ ലഭിക്കാൻ വേണ്ടി. ആ ഒരു സാഹചര്യത്തിൽ ആ കുട്ടി ഇത് കണ്ട് വേദനിച്ച് അന്നത്തെ അവിടെയുള്ളൊരു പണ്ഡിതനോട് വിളിച്ച് ടെലിഫോൺ ചെയ്ത് ചോദിച്ച ചോദ്യമാണ് എപ്പോഴും ഇങ്ങനെ ചെവിയിൽ കേൾക്കുക. ആ സീസൺ വിവാഹത്തിൻ്റെ സീസണായിരുന്നു. അപ്പോൾ അവിടെ വന്ന പ്രാർത്ഥനയ്ക്കെത്തിയ ആളുകളെ വിവാഹത്തിൻ്റെ പ്രാധാന്യം അവതരിപ്പിച്ചൊരു കുടുംബം എങ്ങനെ ഉണ്ടാക്കിയെടുക്കണം, ആ കുടുംബമുണ്ടാവണമെങ്കിൽ കുട്ടികളെ കെട്ടിച്ചൂടുമ്പോൾ അവരുടെ മാതാപിതാക്കളുടെ ആ കുട്ടികളെ കെട്ടിച്ചൂടുന്നതിൻ്റെ ബാധ്യതകൾ, ഇത്തരം വിഷയങ്ങളിലേക്ക് അവർ നീങ്ങുന്നതിൻ്റെ അപകടങ്ങൾ, ഒരു കുടുംബമുണ്ടാക്കി തീർക്കേണ്ട സാഹചര്യങ്ങൾ, അതിൻ്റെ പ്രസക്തി അവതരിപ്പിക്കുകയായിരുന്നു. ഇന്നത്തെ സാഹചര്യത്തിൽ കുടുംബം എന്ന ഒരു കോൺസെപ്റ്റ് തന്നെ നമ്മുടെ സമൂഹത്തിൽ നിന്ന് എടുത്തു പോകുന്നുണ്ടോ? അതായത് ലിവിങ് ടുഗദർ, ആരുമായും ജീവിക്കുക, ആരുമായും ബന്ധങ്ങൾ സ്ഥാപിക്കുക. ഒരു കുട്ടി ഇരിക്കുമ്പോൾ ആ കുട്ടിയുടെ മാതാവ് ആരാണെന്ന് നമുക്ക് മനസ്സിലാവും, പിതാവ് ആരാണെന്ന് മനസ്സിലാക്കാൻ പറ്റാത്ത ഒരു ലോകത്തേക്ക് നമ്മൾ നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ കുടുംബം എന്നത് വളരെയധികം സാമൂഹിക ഘടനയുടെ ഏറ്റവും പ്രസക്തമായ ഒരു സമൂഹത്തിൽ നിലനിൽക്കേണ്ടത് തന്നെയാണ്. കുടുംബം എന്നത് ഒരു വളരെ പ്രസക്തമായ ഒരു വിഷയം തന്നെയാണ്. എനിക്ക് ശേഷം വളരെയധികം ഈ വിഷയവുമായി ബന്ധപ്പെട്ട് കൂടുതൽ പ്രതിപാദിക്കാൻ വേണ്ടി മുഖ്യപ്രഭാഷകനും നമ്മുടെ ക്ഷണം സ്വീകരിച്ചുള്ള ഉദ്ഘാടകനും ഇവിടെയുണ്ട്. അതുകൊണ്ട് ഈ പരിപാടി ഒരുമിച്ചിരുന്ന് ഇത് ശ്രവിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടും ഇതിൻ്റെ ഔദ്യോഗികമായി ഉദ്ഘാടനം ചെയ്യാൻ വേണ്ടി ബഹുമാനപ്പെട്ട മൂസ ഹാജിയെ ക്ഷണിച്ചുകൊണ്ടും ഞാൻ എൻ്റെ പ്രസംഗം
തൽക്കാലം ഇവിടെ നിർത്തുന്നു. ഇനി ആവശ്യമുണ്ടെങ്കിൽ സമയമാകുമ്പോൾ ആവശ്യമനുസരിച്ച് പ്രസംഗിക്കാമെന്ന് പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. നന്ദി. ഒരുപാട് സ്റ്റെപ്പ് കയറിയിട്ടുണ്ട്. ചില ആളുകൾ കുറച്ചായിട്ടുള്ളൂ, ചില ആളുകൾ ഇപ്പോഴും ഫസ്റ്റ് സ്റ്റെപ്പിലാണ്. അങ്ങനെ പല കാറ്റഗറിയാണ്, പല രീതിയിലാണ് പല ആളുകളുടെയൊക്കെ അവതരണം. എല്ലാം ശരിയാവും.